നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. യോങ്കേഴ്സ് മലയാളി അസോസിയേഷന്റെ ഓണാഘോഷം ശ്രദ്ധേയമായി. MACF ഓണാഘോഷം ടാബ ഫ്ലോറിഡയിൽ അതിഗംഭീരം. മാല ഓണപ്പുലരി 2025 ഗംഭീരമായി. ന്യൂയോർക്കിൽ നടക്കുന്ന സ്നേഹ സങ്കീർത്തന മ്യൂസിക്കൽ ഇവന്റിന്റെ ടിക്കറ്റ് കിക്ക് ഓഫ് നടത്തി. KHNA അധികാര കൈമാറ്റ ചടങ്ങും ദീപാവലി മഹോത്സവവും ഒക്ടോബർ 4-ന് ടാബയിൽ. വാർത്തകൾ വിശദമായി. യോങ്കേഴ്സ് മലയാളി അസോസിയേഷന്റെ ഇക്കൊല്ലത്തെ ഓണാഘോഷം വിഭവസമൃദ്ധമായ സദ്യ കൊണ്ടും ജനപങ്കാളിത്തവും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ ഉന്നത വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. സെപ്റ്റംബർ 14-ന് യോങ്കേഴ്സ് സൗണ്ടേഴ്സ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട ഓണാഘോഷം രാവിലെ 11 മണിക്ക് വാഴയിലയിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി തുടക്കം കുറിച്ചു. തുടർന്ന് മാവേലിയെ ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഘോഷയാത്രയിൽ എഴുന്നള്ളിച്ചു. ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റ് മെജോറിറ്റി ലീഡർ ആൻഡ്രിയ സ്റ്റുവർട്ട് കസിൻ, ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ ഷെല്ലി മേയർ, യോങ്കേഴ്സ് കോർപ്പറേഷൻ മേയർ മൈക്ക് സ്പാനോ, സിറ്റി കൗൺസിൽ പ്രസിഡന്റ് ലക്ഷ കോളിൻസ്, വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടി ലെജിസ്ലേറ്റീവ് ഷെയ്ൻ വില്യംസ് എന്നിവരുടെ സാന്നിധ്യം ആഘോഷത്തിന് പ്രത്യേകം മാറ്റുകൂട്ടി. YMA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ സ്വാഗത പ്രസംഗത്തിന് ശേഷം മേയർ മൈക്ക് സ്പാനോ YMA യോങ്കേഴ്സിൽ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങളെ പ്രത്യേകം പരാമർശിക്കുകയും ശ്ലാഘിക്കുകയും കോർപ്പറേഷൻ ബഹുമതിയായ പ്രൊക്ലമേഷൻ സമ്മാനിക്കുകയും ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ബ്ലെർസ് പോൾ YMA കഴിഞ്ഞ 25 വർഷമായി അമേരിക്കയിലും കേരളത്തിലുമായി ചെയ്തിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പഴയിടം പാചകപ്പെരുമ അമേരിക്കൻ മലയാളികൾക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് YMA ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തി. FSNONA ഫോമർ പ്രസിഡന്റ് സജീവ് കുമാർ അതിഥികൾക്ക് ഓണസന്ദേശം നൽകി. മഹിമ ന്യൂയോർക്ക് അവതരിപ്പിച്ച ചെണ്ടമേളത്തോടൊപ്പം വയലിനിൽ വിസ്മയം തീർത്ത നേഹൽ ശബരിയുടെ പ്രകടനം പ്രേക്ഷകർക്ക് ശ്രുതിമധുരമേകി. SNA ടീം അവതരിപ്പിച്ച തിരുവാതിര, നൃത്തശില്പം, ശബരിനാഥന്റെ ബിനു ജോസഫ് അവതരിപ്പിച്ച ഗാനമേള, സുനീഷ് വാരനാടിന്റെ മിമിക്രി തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കി നടത്തിയ കലാമാമാങ്കം ഒരു പുതിയ കലാനുഭൂതി നൽകി. ഓണത്തോടനുബന്ധിച്ച് YMA മലയാളി മങ്ക, മലയാളി മന്നൻ മത്സരങ്ങൾ നടത്തുകയും വിജയികൾക്ക് വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഫോമർ സെക്രട്ടറി ബൈജു വർഗീസ്, മുൻ സെക്രട്ടറി GB തോമസ്, റീജിയണൽ RVP PT തോമസ്, NC മെമ്പർ മോളമ്മ വർഗീസ്, WMA പ്രസിഡന്റ് തോമസ് കോശി, ICAW പ്രസിഡന്റ് ജോസ് മലയിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. YMA സെക്രട്ടറി ബിനോയ് ജോസഫിന്റെ നന്ദി പ്രസംഗത്തിൽ യോങ്കേഴ്സ് മലയാളി അസോസിയേഷനിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് അനുമോദനം അർപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് eMalayali. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഓണാഘോഷം മലയാളി അസോസിയേഷൻ ഓഫ് സെൻട്രൽ ഫ്ലോറിഡ MACFന്റെ നേതൃത്വത്തിൽ ടാബ ഫ്ലോറിഡയിൽ അതിഗംഭീരമായി നടത്തി. 2000-ഓളം പേർ പങ്കെടുത്ത MACF മാമാങ്കം 2025 മെഗാ ഓണം കേരള തനിമ കൊണ്ടും കലാമികവ് കൊണ്ടും അതീവ ശ്രദ്ധയാകർഷിച്ചു. അമേരിക്കയുടെ നാനാഭാഗത്തു നിന്നും MACF മെഗാ ഓണത്തിൽ പങ്കെടുക്കാൻ അനവധി പേർ എത്തിയിരുന്നു. ജ്ഞാനായ കമ്മ്യൂണിറ്റി സെന്ററിന്റെ എക്സ്റ്റൻഷൻ ഹാളിൽ നടത്തിയ 1300-ഓളം പേർ പങ്കെടുത്ത മെഗാ ഓണസദ്യയോടെയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം. പാട്ടും ഡാൻസും ഉൾപ്പെടെ 15ഓളം കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് മുൻപ് നടത്തി. ചെണ്ടമേളവും താലപ്പൊലിയേന്തിയ വനിതമാരുടെയും അകമ്പടിയോടെ മാവേലിയെ വരവേറ്റുകൊണ്ടാണ് ഓണത്തിന്റെ മുഖ്യ പരിപാടികൾ തുടങ്ങിയത്. പ്രസിഡന്റ് ടോജിമോൻ പൈത്തുരുത്തേൽ, സെക്രട്ടറി ഷീല ഷാജു, ട്രഷറർ സാജൻ കോരത്ത്, ട്രസ്റ്റി ബോർഡ് ചെയർ ഫ്രാൻസിസ് വയലുങ്കൽ, ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി അഞ്ജന നായർ, റിലീജിയസ് ലീഡേഴ്സ് എന്നിവർ വിളക്ക് കൊളുത്തി ഓണപ്പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടോജിമോൻ പൈത്തുരുത്തേൽ സ്വാഗത പ്രസംഗം അവതരിപ്പിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർ ഫ്രാൻസിസ് വയലുങ്കൽ ഈ വർഷത്തെ ഓണം പ്രോഗ്രാം കൊറിയോഗ്രാഫേഴ്സിനെ ആദരിക്കുന്നതിനായി സ്റ്റേജിലേക്ക് വിളിച്ചു. കൊറിയോഗ്രാഫേഴ്സിന് ഉപഹാരങ്ങൾ കൈമാറി. സെക്രട്ടറി ഷീല ഷാജു നന്ദി പ്രസംഗം നടത്തി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രസിഡന്റ് ടോജിമോൻ പൈത്തുരുത്തേൽ, പ്രസിഡന്റ് ഇലക്ട് ബെൻ കനകബായ്, സെക്രട്ടറി ഷീല ഷാജു, ട്രഷറർ സാജൻ കോരത്ത്, ജോയിന്റ് സെക്രട്ടറി ജ്യോതി അരുൺ, ജോയിന്റ് ട്രഷറർ മിഥുൻ കുഞ്ചെറിയ, ഷിബു തെക്കേടവൻ, നാൻസി മാത്യു, ജൂഡ് മടത്തിലേത്ത്, പഞ്ചമി അജയ്, ജിബിൻ ജോസ്, റോസി ഋതിക, റോണി സൈമൺ, സാറ മത്തായി, സബിത ഊരാളിൽ, ട്രസ്റ്റി ബോർഡ് ചെയർ ഫ്രാൻസിസ് വയലുങ്കൽ, സെക്രട്ടറി അഞ്ജന കൃഷ്ണൻ, ട്രഷറർ സുനിൽ വർഗീസ്, എബി പ്രാലേൽ, എബ്രഹാം ചാക്കോ, കിഷോർ പീറ്റർ എന്നിവരുടെ നിരന്തര പ്രയത്നത്തിലാണ് ഓണാഘോഷം ഇത്ര ഗംഭീരമായി നടത്താൻ സാധിച്ചത്. ദിവ്യ ബാബു, ആൻസി സെഡ്വിൻ, പഞ്ചമി അജയ്, റീന മാർട്ടിൻ, റോസ് ഋതിക,
ദിവ്യ എഡ്വേർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിമൻസ് ഫോറം നടത്തിയ മാമാങ്കത്തിന് കൊറിയോഗ്രാഫേഴ്സ് 4 മാസത്തിലേറെയായി നടന്ന പ്രാക്ടീസ് സെഷൻസാണ് സംഘടിപ്പിച്ചത്. കൊച്ചുകുട്ടികൾ മുതൽ 250ഓളം കലാകാരന്മാർ പങ്കെടുത്ത 2 മണിക്കൂറോളം നീണ്ട അതിഗംഭീരമായ കലാപരിപാടികൾ പ്രേക്ഷകരെ പിടിച്ചിരുത്തി. ശ്രീ ടിറ്റോ ജോൺ ആയിരുന്നു കേരള തനിമയിലുള്ള മാവേലി. വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയത് മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള മാർട്ടിൻ റെസ്റ്റോറന്റ് ടീം ആയിരുന്നു. പരിപാടിയുടെ വീഡിയോ സപ്പോർട്ട് JP ക്രിയേഷൻസും ഫോട്ടോഗ്രാഫി അലീറ്റ മൊമെന്റ്സുമാണ് നിർവഹിച്ചത്. ഓണം പ്രോഗ്രാംസ് കാണുവാനും അമേരിക്കയിലെ കേരളമായ ഫ്ലോറിഡയിലെ കേരള തനിമ നിലനിർത്തുന്ന കലാസാംസ്കാരിക കേന്ദ്രമായ MACFന്റെ ഭാഗമാകുവാനും പരിപാടികളുടെ അപ്ഡേറ്റ്സ് കിട്ടുവാനും MACF ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മിഷിഗണിലെ ഒക്കെമോ സിറ്റിയിൽ മാല ഓണപ്പുലരി 2025 സെപ്റ്റംബർ 20 ഹന കമ്മ്യൂണിറ്റി സെന്ററിൽ ഗംഭീരമായി ആഘോഷിച്ചു. മാല സെക്രട്ടറി സ്മിത താജ് മുഹമ്മദ് സ്വാഗത പ്രസംഗം നടത്തി. പരിപാടി പ്രൊഫസർ മുരളി നായർ, ഡോക്ടർ ജോർജ് വർഗീസ്, മാല ബോർഡ് 2025 പ്രസിഡന്റ് പ്രവീൺ രാമചന്ദ്രൻ എന്നിവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മാല വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കഥകളി രൂപത്തിൽ ഒരുക്കിയ പൂക്കളം ഏറെ പ്രശംസ പിടിച്ചുപറ്റി. ബോർഡ് അംഗങ്ങളായ സ്മിത താജ് മുഹമ്മദ്, ഷാജി ജോൺ, മനീഷ് മോഹൻ, ശ്രീലക്ഷ്മി രാജേഷ്, യുവ ക്ലബ് വൈസ് ക്യാപ്റ്റൻ നബീൽ താജ് മുഹമ്മദ്, സെക്രട്ടറി സാന്ദ്ര നായർ, വോളണ്ടിയർമാരായ താജ് മുഹമ്മദ്, നികിത നായർ, ഇഷാൻ താജ് മുഹമ്മദ്, ആഷയ് താജ് മുഹമ്മദ് എന്നിവർ പൂക്കളത്തിൽ സജീവ പങ്കാളികളായിരുന്നു. തിരുവാതിരയോടെ ആരംഭിച്ച പരിപാടിയിൽ തമിഴ്, മലയാളി, തെലുങ്ക് സമൂഹത്തിലെ നിരവധി പങ്കാളികളുടെ നൃത്തം, സംഗീതം, മൈം തുടങ്ങിയ കലാപരിപാടികൾ പ്രേക്ഷകരിൽ വലിയ കയ്യടി നേടി. പ്രസിഡന്റ് പ്രവീൺ രാമചന്ദ്രനും ബോർഡ് അംഗങ്ങളായ രാജീവ് കൃഷ്ണൻ, ഷാജി ജോൺ, മനീഷ് മോഹൻ, ശ്രീലക്ഷ്മി രാജേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തവരെ ആദരിച്ചു. ഈ വർഷം ആദ്യമായി 12ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സ്പോൺസർഷിപ്പ് മാല ബോർഡ് 2025 പ്രഖ്യാപിച്ചു. മോട്ടൗൺ മേളത്തിന്റെ ചെണ്ടമേളവും കൂടി വേദി സജ്ജമാക്കി. 31 സദ്യ വിഭവങ്ങളോടുകൂടി മാല ഓണപ്പുലരി 2025 ഗംഭീരമായി ആഘോഷിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഒക്ടോബർ 5 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ന്യൂയോർക്കിൽ നടക്കുന്ന ക്രിസ്ത്യൻ സംഗീത നിശയുടെ ടിക്കറ്റ് വിതരണം ഉദ്ഘാടനം നടത്തുകയുണ്ടായി. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വാലി കോട്ടേജ് റവറൻഡ് ഫാദർ മാത്യു തോമസ് പ്രാർത്ഥന നടത്തി. റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ, ഇവന്റ് അസോസിയേറ്റ് സ്പോൺസറായ ഗ്ലോബൽ കൊളീഷൻ ബോഡി വർക്ക്സ് നോഹ ജോർജിന് ആദ്യ ടിക്കറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. സ്നേഹസങ്കീർത്തനം എന്ന ഈ സംഗീത നിശ എൽമണ്ടിലുള്ള മലങ്കര കത്തോലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഗായകരായ ഇമ്മാനുവൽ ഹെൻറി, റോയ് പുത്തൂർ, മെറിൻ ഗ്രിഗറി, മരിയ കോലടി കൂടാതെ കേരളത്തിൽ അറിയപ്പെടുന്ന ഓർക്കസ്ട്ര ടീം ഈ മ്യൂസിക്കൽ ഇവന്റ് മികവുറ്റതാക്കും. വ്യത്യസ്തത നിറഞ്ഞ ഈ ഗാനസന്ധ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ചെന്നൈയുടെ 14ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണനും സംഘത്തിനും നിലവിലെ പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയുടെയും സഹഭാരവാഹികളുടെയും ഔപചാരികമായ അധികാര കൈമാറ്റം ഒക്ടോബർ 4 ശനിയാഴ്ച ടാബയിൽ നടക്കുന്ന ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായ ഹൈന്ദവ സദസ്സിൽ വെച്ച് വിവിധ പരിപാടികളോടെ നിർവഹിക്കപ്പെടും. അറ്റ്ലാന്റ സിറ്റിയിൽ നടന്ന KHNA ഗ്ലോബൽ സംഗമത്തിന്റെ സമാപനത്തോടെ സംഘടനയുടെ പവിത്ര പതാക ഡോക്ടർ നിഷ പിള്ളയിൽ നിന്നും നിയുക്ത പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആചാരി വിധികളോടെ ഏറ്റുവാങ്ങിയതോടെ ആരംഭിച്ച അധികാര കൈമാറ്റ നടപടികൾ ടാബയിലെ റെക്കോർഡുകളുടെ കൈമാറ്റത്തോടെ പൂർത്തിയാകുന്നു. സംഘടനയുടെ ഭരണ തുടർച്ച ഉറപ്പാക്കാനും അധികാര കൈമാറ്റ നടപടികൾ സുഗമമാക്കാനും നിയുക്തമായിട്ടുള്ള ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളായ ഗോപിനാഥക്കുറുപ്പ്, ഡോക്ടർ രഞ്ജിനി പിള്ള, രതീഷ് നായർ, സുധാകർത്ത തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന സദസ്സിൽ വെച്ച് പ്രസിഡന്റിനെ കൂടാതെ സെക്രട്ടറി സിനു നായർ, വൈസ് പ്രസിഡന്റ് സഞ്ജീവ് കുമാർ, ട്രഷറർ അശോക് മേനോൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ ഹരിലാൽ, ജോയിന്റ് ട്രഷറർ അപ്പുക്കുട്ടൻ പിള്ള, ട്രസ്റ്റി ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ വനജ നായർ, സെക്രട്ടറി സുധീർ പ്രയാഗ, ജുഡീഷ്യൽ കൗൺസിൽ അംഗങ്ങളായ സുധാകർത്ത, രാമദാസ് പിള്ള, ഗോപാലൻ നായർ എന്നിവരും സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു. 12 സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയുടെ കേരളം എന്നറിയപ്പെടുന്ന ഫ്ലോറിഡയിലേക്ക് മടങ്ങിയെത്തുന്ന KHNAയുടെ ദേശീയ കൺവെൻഷനെ വരവേൽക്കാൻ ഫ്ലോറിഡയിലെ ഹിന്ദു സംഘടനകളും മലയാളി സമൂഹവും വലിയ ആവേശത്തിലാണ്. അധികാര കൈമാറ്റവും വിവിധ വിചാരസഭകളും തുടർന്ന് വ്യത്യസ്തമായ കലാപരിപാടികളുമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്.
അധികാരമൊഴിയുന്ന വിവിധ സമിതികളിലെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളെയും കൂടാതെ മുൻ ഭാരവാഹികളും പ്രത്യേക ക്ഷണിതാക്കളും പ്രാദേശിക സംഘടനാ നേതാക്കളും ഉൾപ്പെടെ 300ഓളം പേരെയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.